പ്രിയപ്പെട്ടവരെ, സിവിൽ സർവീസ് എക്സാമിനേഷൻ പ്രിലിംസ് 2026 അതിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആർട്ട് ആൻഡ് കൾച്ചർ. നമുക്കറിയാം, എല്ലാ വർഷവും UPSC ആസ്പിരൻസിനെ കുഴപ്പിക്കുന്ന ഒരു ഏരിയ ആണ് ആർട്ട് ആൻഡ് കൾച്ചർ. അവിടെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട എല്ലാ കൺഫ്യൂഷൻസും സോൾവ് ചെയ്യുക. സോ നമ്മുടെ ഗാലന്റ് IAS അക്കാദമീന്റെ ഒരു ഇന്റൻസീവ് മാസ്റ്റർ റിവിഷൻ പ്രോഗ്രാം ആയിട്ടുള്ള ഈ പ്രിലിംസ് ദുരന്തർ ഈ മാർച്ച് 10 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ കുട്ടികൾക്കും അതിന് എൻറോൾ ചെയ്യാം. ആദ്യത്തെ 3 സെഷൻ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം യു ക്യാൻ ഡിസൈഡ്, അത് സബ്ജക്ട് വൈസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കംപ്ലീറ്റ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ എക്സ്പെർട്ട് മെന്റേഴ്സിന്റെ മെന്റർഷിപ്പ് ഗൈഡൻസും അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ ടെസ്റ്റുകളും എന്താ പറയുക, എക്സ്പെർട്ട് മെന്റേഴ്സ് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന റീസെന്റ് ട്രെൻഡിന്റെ പാറ്റേണിലുള്ള ടെസ്റ്റുകളും അതിൽ അവൈലബിൾ ആണ്. സോ കമ്മിങ് ബാക്ക് ടു ആർട്ട് ആൻഡ് കൾച്ചർ, നോക്കൂ, ആർട്ട് ആൻഡ് കൾച്ചർ നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തിന്റെ ബേസിസിലായിരിക്കണം? ഐ വുഡ് ഓൾവേസ് സേ ദാറ്റ് ഒരു ഡൊമിനന്റ് ക്ലസ്റ്റർ ഏരിയാസ് ആർ ദർ ഇൻ ആർട്ട് ആൻഡ് കൾച്ചർ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു കഴിഞ്ഞ ഒരു 10 വർഷത്തെയോ 15 വർഷത്തെയോ ക്വസ്റ്റ്യൻസ് ശരിക്കും ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആർട്ട് ആൻഡ് കൾച്ചറിൽ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ നോക്കൂ, 2015 തൊട്ട് 2025 വരെയുള്ള ആർട്ട് ആൻഡ് കൾച്ചർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റും, there are number of questions. ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഡിവിഷൻ നോക്കൂ. സ്പെസിഫിക്കലി ആർട്ട് ആൻഡ് കൾച്ചർ, ആൻഷ്യന്റ് മിഡീവൽ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് അല്ല ഞാൻ പറയുന്നത്, സ്പെസിഫിക്കലി ആർട്ട് ആൻഡ് കൾച്ചർ. അങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻസ് 2025 ചോദിച്ചു. അതിൽ 2 സ്റ്റാറ്റിക് ആണെങ്കിൽ 1 കറണ്ട് അഫയർ റിലേറ്റഡ് ആണ്. 24 5 ക്വസ്റ്റ്യൻസിൽ 3 സ്റ്റാറ്റിക്കും 2 ഡൈനാമിക്കും ആണ്. 23 4 ക്വസ്റ്റ്യൻസ്, അതിൽ 4 സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആർട്ട് ആൻഡ് കൾച്ചറിന്റെ. 22 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 4 സ്റ്റാറ്റിക്കും 2 കറണ്ട് അഫയർ ബേസ്ഡും ആണ്. 21 4 ക്വസ്റ്റ്യൻസ്, 2 സ്റ്റാറ്റിക്കും 2 കറണ്ട് അഫയർ ബേസ്ഡും ആണ്. 20 4 ക്വസ്റ്റ്യൻസ്, അഗെയിൻ 4 സ്റ്റാറ്റിക് ആണ്. 2019 2 ക്വസ്റ്റ്യൻസ്, 2 സ്റ്റാറ്റിക് ആണ്. 18 5 ക്വസ്റ്റ്യൻസ്, 5 സ്റ്റാറ്റിക് ആണ്. 17 3 ക്വസ്റ്റ്യൻസ്, 3 സ്റ്റാറ്റിക് ആണ്. 16 2 ക്വസ്റ്റ്യൻസ്, 2 സ്റ്റാറ്റിക് ആണ്. 15 4 ക്വസ്റ്റ്യൻസ്, 3 സ്റ്റാറ്റിക്കും 1 കറണ്ട് അഫയേഴ്സും ആണ്. അപ്പൊ നോക്കൂ, this is something, this division of this art and culture questions in your prelims paper. ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഏത് ഏരിയ ആണ് ഈ ലാസ്റ്റ് 3 മന്ത്സിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഒബ്വിയസ്ലി നിങ്ങൾ ഹിസ്റ്ററി, എക്കണോമി, പോളിറ്റി, എൻവയോൺമെന്റ്, ജോഗ്രഫി, സയൻസ് പോലുള്ള സബ്ജക്ട്സ് ഫോക്കസ് ചെയ്യുമ്പോൾ ഓരോന്നിലും എന്ത് ഫോക്കസ് ചെയ്യണം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണം. അതിന്റെ ഒരു സയന്റിഫിക് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 10 വർഷത്തെ 15 വർഷത്തെ ക്വസ്റ്റ്യൻസ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാത് മെന്റേഴ്സിന്റെ സപ്പോർട്ട് എടുക്കുക. അപ്പൊ ഇതിന്റെ ബേസിസിൽ വൺ തിങ് ഈസ് ക്ലിയർ ദാറ്റ് നിങ്ങൾക്ക് ഓൺ ആൻ ആവറേജ് ഒരു 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഏറ്റവും കുറഞ്ഞത് ആർട്ട് ആൻഡ് കൾച്ചർ സ്പെസിഫിക് ആയിട്ട് ഒരു മിനിമം 4 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അത് വലിയൊരു നമ്പർ ആണ്, കാരണം ടോട്ടൽ മാർക്സ് 8 ആണ്. ഓക്കെ, 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 8 മാർക്കാണ്. നിങ്ങളുടെ കട്ട് ഓഫ് 90 92 അല്ലെങ്കിൽ 86 87 എന്തോ ആയിക്കോട്ടെ, അതിൽ 8 മാർക്ക് ക്യാൻ ബി ദ ഗെയിം ചേഞ്ചർ. ആർട്ട് ആൻഡ് കൾച്ചർ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി ഈ കഴിഞ്ഞ PYQസിന്റെ ഒരു ട്രെൻഡ് അനാലിസിസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട തീംസ് ഏതൊക്കെയാണ്? നിങ്ങൾ നോക്കൂ, ആർട്ട് ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ ആർട്ട് വളരെ ക്രൂഷ്യൽ ആണ്, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇന്ത്യൻ ആർട്ട്. ഇന്ത്യൻ ആർട്ട് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? പെർഫോമിംഗ് ആർട്ട് ഈസ് ദർ, വിഷ്വൽ ആർട്ട് ഈസ് ദർ. പെർഫോമിംഗ് ആർട്സ്, മ്യൂസിക് ട്രഡീഷൻസ്, ഡാൻസ് ട്രഡീഷൻസ് ആർ ദർ. ഓക്കെ, വിഷ്വൽ ആർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പെയിന്റിംഗ്, സ്കൾപ്ചർ ട്രഡീഷൻസ് ആർ ദർ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, Hindustani classical music, you see, asked in 25. Proponents of Carnatic music, 28. Okay, 2018. Then see, visual arts, regional schools of painting, 2018. Ajanta mural painting, 2017. Folk painting, 2015. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, വിഷ്വൽ ആർട്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, പെർഫോമിംഗ് ആർട്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ആർട്ട് ഫോംസിൽ വിഷ്വൽ ആൻഡ് പെർഫോമിംഗ് ആർട്സിന്റെ കോർ തീംസ് ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്യരുത്. എസ്പെഷ്യലി മ്യൂറൽ പെയിന്റിങ്സ് ആൻഡ് മിനിയേച്ചർ പെയിന്റിങ്സ് or painting traditions, from these Ajanta traditions to these early modern traditions, folk painting, including folk painting. So avadam vareyulla painting traditions important aanu, sculpture traditions important aanu. Similar way ningal nokku, music traditions important aanu. Ini idhe similar way nokku, dance traditions chodichittunde, but ivade nokku, ancient architecture, Indus civilization repeatedly asked, Buddhist architecture,
Buddhist site, Mauryan architecture, rock architecture, temple architecture. Okay, so architecture focus ചെയ്യേണ്ട പ്രധാനപ്പെട്ട എലമെന്റ്സ് നോക്കൂ. Yes, this Buddhist Jain art architecture, Mauryan art architecture, temple architecture, rock art architecture. Okay, rock art architecture Jainism asked, Buddhism asked, Achanta caves asked, Mahabalipuram asked, rock art elephant, Dauli asked. Temple architecture നോക്കൂ, temples in current affairs, Somanatha, Chausad Yogini temple, Sun temples locations, Vijayanagara temple architecture. Yes, വീണ്ടും ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നഗര ദ്രാവിഡ വേഴ്സറ styles asked. Then this what is called Brihadeshwara temple is asked. Okay, so then this what is called Kandariya Mahadev temple is asked. So temple architecture തീർച്ചയായിട്ടും temples in current affairs, maybe UNESCO enlistmentuമായി ബന്ധപ്പെട്ടതാവാം, റിനോവേഷനുമായി ബന്ധപ്പെട്ടതാവാം, അല്ലെങ്കിൽ സം ഫോറിൻ ഡെലിഗേറ്റ്സിന്റെ വിസിറ്റുമായി ബന്ധപ്പെട്ടതാവാം. എനിവേ, these temples in news, that is important. Some temples locations important. Then this provincial temple styles, like there is south styles, Deccan styles, north styles, or central styles of architecture, temple architecture, their patterns and their specialities important. Medieval architecture, Mughal architecture asked in 2018. Literature, Pallava literature and Vedic literature. വീണ്ടും നിങ്ങൾ കുറച്ചും കൂടി ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. യെസ്, സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ഈസ് ആസ്ഡ് ഓഫ് മൗര്യ ടു ഗുപ്ത ടൈംസ്. അതുപോലെ തന്നെ സംഘം ലിറ്ററേച്ചർ ഈസ് ആസ്ഡ്, വേദിക് ലിറ്ററേച്ചർ ഈസ് ആസ്ഡ്, ദെൻ ലിറ്ററേച്ചർ ഡ്യൂറിംഗ് ദീസ് മിഡീവൽ ടൈംസ് ഈസ് ആസ്ഡ്, ദെൻ ദിസ് ഫോറിനേഴ്സ് അക്കൗണ്ട്സ് ഈസ് ആസ്ഡ്. അപ്പൊ ലിറ്ററേച്ചർ പാർട്ട് അഗെയിൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോക്കൂ, Mauryan literature 2022 Arthashastra, classical Sanskrit literature, Bhasha, Buddhist literature 24, 23, 22, Sanghal literature 2022, Jain literature 23, 22, notable playwrights 2021, medieval literature, Mughal, Bhakti, Ramanuja. Okay, then recently added language. So language and literature repeatedly they asked. Okay, language and languages which is in the news. Okay, for example, certain languages being endangered, or certain languages like demanding for this or maybe excluded or included. അല്ലെങ്കിൽ ചില ലാംഗ്വേജസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ലൈക്ക് മേ ബി അത് സംസാരിക്കുന്ന ഒരു ട്രൈബിന്റെ എണ്ണം ചുരുങ്ങി വരുന്നു, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം ചുരുങ്ങി വരുന്നു. സോ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഡിമാൻഡ്സും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെസൊല്യൂഷൻസുമായിട്ട് ചിലപ്പോൾ ന്യൂസിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ 8th സ്കെഡ്യൂളിൽ വരുന്നതും വരാത്തതുമായിട്ടുള്ള ലാംഗ്വേജസ് ഉണ്ടാവാം. സോ ലാംഗ്വേജസ് ആൻഡ് ദീസ് ലൈക്ക് എന്താ പറയുക ലിറ്റററി ട്രഡീഷൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കവർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. ഇനി അഗെയിൻ നിങ്ങൾക്ക് കാണാം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്, റീസെന്റ് ആഡഡ് സൈറ്റ്സ്. യെസ്, ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ്. ഓക്കെ, ദെൻ ദീസ് സ്റ്റേറ്റ് ആൻഡ് ക്രാഫ്റ്റ്, സ്റ്റേറ്റ് ആൻഡ് ട്രഡീഷൻസ്, കമ്മ്യൂണിറ്റീസ് ആൻഡ് ട്രഡീഷൻസ്, ഇതൊക്കെ മിസലേനിയസിൽ വരുന്നു. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആർട്ട് ആൻഡ് കൾച്ചറിൽ ആർട്ട് ഫോംസ് ആർ ഇമ്പോർട്ടന്റ്, ആർക്കിടെക്ചേഴ്സ് ആർ ഇമ്പോർട്ടന്റ്, ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജ് ഇസ് ഇമ്പോർട്ടന്റ്. അതിനൊരു പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ജസ്റ്റ് ലുക്ക് ഇൻ ടു ദിസ്, അതിനെ നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, യെസ് ഓഫ് കോഴ്സ് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ടെമ്പിൾ ആർക്കിടെക്ചർ. തീർച്ചയായിട്ടും ടെമ്പിൾ ആർക്കിടെക്ചർ, ഓർ മേ ബി ഐ വുഡ് സേ ഇവിടെ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, especially this temple architecture of this north, south and Deccanese styles, which is very important. Okay, especially the temple architecture having this current affair linkage, appo adinte patrons important aanu. Yes, അത് പാട്രോണൈസ് ചെയ്ത ഡിനാസ്റ്റീസ് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ടെമ്പിൾസിന്റെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, ആർക്കിയോളജിക്കൽ ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സോഴ്സസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ടെമ്പിൾ ആർക്കിടെക്ചർ ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. അതിന്റെ എക്സാമ്പിൾസ് നഗര, ദ്രാവിഡ, വേഴ്സറ, അതിന്റെയൊക്കെ എക്സാമ്പിൾസ്. അപ്പോൾ ടെമ്പിൾ ആർക്കിടെക്ചർ എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സ് ലിങ്കേജ് ഉള്ള ടെമ്പിൾ ആർക്കിടെക്ചർ ഒരു കാരണവശാലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. നൗ സീ റോക്കറ്റ് ആർക്കിടെക്ചർ. റോക്കറ്റ് ആർക്കിടെക്ചർ, റോക്കറ്റ് ബുദ്ധിസ്റ്റ് ജെയിൻ ആർക്കിടെക്ചർ. റോക്കറ്റ് ആർക്കിടെക്ചറിൽ വരുമ്പോഴത്തേക്കും ചൈത്യ വിഹാരാസ് ആർ ദർ, or these rocket art forms are there, like Ajanta, Bagh, Ellora, Badami, cave paintings are there. So sculptures are there. So rocket art and architecture, Buddhist Jain rocket art and architecture, and this rocket architecture from this Mauryas to this post Gupta and this early medieval times, that's very important. Adu ningal compromise cheyirudhu. They asked several times. Similar way, മറ്റൊരു പ്രധാനപ്പെട്ട പോർഷൻ ആണ് ancient literature. Ancient literature നോക്കൂ. Yes, test author match the pair questions recur every year. Yeah, this is very important. Literature പാർട്ടിൽ ചോദിക്കുന്നത്, for example, പ്രധാനപ്പെട്ട വർക്ക്സും Indica, you know that it is Megasthenes. Okay, so similar way
Abhijnana Shakuntalam is there, or Malavika Agnimitram is there, or this, what is called Ashtadhyayi is there. സോ സാൻസ്ക്രിറ്റിലും അതുപോലെ തന്നെ ഈ എന്താ പറയാ വെർണാക്കുലർ ഭാഷകളിലും ഒരുപാട് കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ആൻഷ്യൻ ടൈംസിലും മിഡിവൽ ടൈംസിലും, എസ്പെഷ്യലി മൗര്യാസിന്റെയും പോസ്റ്റ് മൗര്യാസിന്റെയും ഗുപ്താസിന്റെയും പോസ്റ്റ് ഗുപ്താസിന്റെയും ഏർലി മിഡിവൽ ടൈംസിലും വിജയനഗർ ടൈംസിലൊക്കെ ഒരുപാട് ലിറ്റററി ട്രഡീഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ജെയിൻ ലിറ്ററേച്ചർ, ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ, സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ, വൈഷ്ണവ ലിറ്ററേച്ചർ, ശൈവറ്റ് ലിറ്ററേച്ചർ, സെക്കുലർ ലിറ്ററേച്ചർ. അപ്പൊ ഈ ലിറ്റററി വർക്ക്സും അതിന്റെ ഓതേഴ്സും ഇതിന്റെ പ്രധാനപ്പെട്ട ഇതിവൃത്തങ്ങളും നിങ്ങൾ മസ്റ്റ് ആയിട്ടും കവർ ചെയ്യണം. ഓക്കെ, ഇപ്പൊ മാളവിക അഗ്നിമിത്രത്തിന്റെ തീം എന്താണെന്ന് UPSC ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ പ്രധാനപ്പെട്ട വർക്ക്സുകളും അതിന്റെ ഓതേഴ്സ് ആരാണ്, അതിന്റെ പ്രധാനപ്പെട്ട തീം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഇതിവൃത്തം എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ യു. സിമിലർ വേ വേദിക് ലിറ്ററേച്ചർ, സംഘം ലിറ്ററേച്ചർ. ഇനി മറ്റൊന്നെന്ന് വെച്ചാൽ മിസലേനിയസിൽ നമുക്ക് കാണാൻ പറ്റും കറണ്ട് അഫെയർ ബേസ്ഡ് ആണ്. കറണ്ട് അഫെയർ ബേസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും റീസെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ്സ്, certain sites in India or traditions in India being recommended for or proposed for being enrolled in this UNESCO list. അപ്പൊ അങ്ങനെയുള്ള ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ട്രഡീഷൻസ് ആവാം, സൈറ്റ്സ് ആവാം, പ്രോപ്പർട്ടീസ് ആവാം, അല്ലെങ്കിൽ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ്സ് ആവാം റീസെന്റ് ആഡഡ്. അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർ UPSC. ഇത് കൂടാണ്ട് there are some എന്താ പറയുക അൺകൺവെൻഷണൽ ടോപ്പിക്സ് ആണ്. ഈ അൺകൺവെൻഷണൽ ടോപ്പിക്സ് എപ്പോഴും അൺകൺവെൻഷണൽ ആണ്, പക്ഷെ അതിൽ നിന്ന് എല്ലാ വർഷവും മിനിമം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് തീർച്ചയായിട്ടും വരുന്ന ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ക്ലാസ്സിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ്, നിങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുന്നുണ്ടെങ്കിൽ അത് 15 വർഷത്തെയോ 10 വർഷത്തെയോ PYQസിന്റെ ഒരു ട്രെൻഡ് അനാലിസിസിന്റെ ബേസിസിൽ വേണം പഠിക്കാനായിട്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഏരിയാസും അതിന്റെ ടോപ്പിക്സ് അല്ലെങ്കിൽ അതിന്റെ സബ് ടോപ്പിക്സ് ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ആർട്ട് ആൻഡ് കൾച്ചർ നിങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ ഉപരി ഐ വുഡ് സേ ദാറ്റ് ദർ ആർ സർട്ടൻ സൊല്യൂഷൻസ് ടു കവർ ആർട്ട് ആൻഡ് കൾച്ചർ. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുമ്പോൾ ഈ പറയുന്ന അതിന്റെ സ്റ്റാറ്റിക് ഏരിയാസിനോടൊപ്പം തന്നെ കറണ്ട് അഫേഴ്സും അതിന്റെ റിലേറ്റഡ് കറണ്ട് അഫേഴ്സും ബ്ലെൻഡ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും പ്രിലിംസ് ദുരന്തറിൽ നമ്മൾ ഈ ഒരു അപ്രോച്ച് ആയിരിക്കും സ്വീകരിക്കുക. ഒരു 4-5 സെഷൻ കൊണ്ട് ആർട്ട് ആൻഡ് കൾച്ചർ മുഴുവനായിട്ട് നമ്മൾ കവർ ചെയ്തിരിക്കും. അപ്പൊ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ യു ക്യാൻ എൻറോൾ നൗ. യു ക്യാൻ കോൺടാക്ട് ഗാലന്റ് IAS ഫോർ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദിസ് പ്രോഗ്രാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Gallant IAS, chasing your passion to ace.